നമസ്കാരം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരുപാട് പേർക്ക് അറിയാവുന്നതും പല ആൾക്കാർക്കും വരാനും സാധ്യതയുള്ള ഒരു രോഗത്തെ പറ്റിയാണ്. അതാണ് ബൈപോളർ ഡിസോർഡർ. ഇതൊരു മാനസിക രോഗമാണ്. പക്ഷേ നമ്മൾ അതിനെപ്പറ്റി ഒരുപാട് തെറ്റിദ്ധാരണകൾ വളർത്തി വെച്ചിട്ടുണ്ട്. പലർക്കും ബൈപോളർ എന്ന് പറയുമ്പോഴത്തേക്കും പെട്ടെന്ന് അറിയാവുന്നത് അതൊരു മൂഡ് ചേഞ്ച് ആവുന്ന ഒരു രോഗമാണ് അല്ലെങ്കിൽ ഒരു അവസ്ഥയാണെന്നാണ് നമ്മൾ വിചാരിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷെ അത് അങ്ങനെയല്ല. നമുക്കൊരു ശാരീരികമായിട്ടൊരു പ്രശ്നം വരുന്നത് പോലെ നമുക്ക് മനസ്സിലുണ്ടാവുന്ന ഒരു രോഗമാണ് ബൈപോളർ ഡിസോർഡർ എന്ന് പറയുന്നത്. അതിന് ഒരുപാട് ലക്ഷണങ്ങളുണ്ട്. നമ്മളുടെ മനോഭാവത്തെ തന്നെ വ്യത്യാസം വരുത്താൻ വേണ്ടിയിട്ട് ഒരുപാട് കാരണങ്ങളുണ്ടാവാം. അതിൻ്റെ കുറച്ച് ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചിലപ്പോൾ നമ്മൾ ഭയങ്കര ആക്റ്റീവായിരിക്കും, ചിലപ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് ഡൗൺ ആവും, നമുക്ക് ആത്മഹത്യ പ്രവണത ഉണ്ടാവാം, ഒരുപാട് നമ്മൾ ചിലവഴിക്കാം, പിന്നെ ചില സമയങ്ങളിൽ നമ്മൾ ആഹാരം കഴിക്കാതിരിക്കും, പിന്നെ ആർക്കും മിണ്ടാതിരിക്കും, വിഷാദമായിരിക്കും. അങ്ങനെയാണ് കുറേ അതിൻ്റെ ലക്ഷണങ്ങൾ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തെന്ന് വെച്ചാൽ, ഇതൊരു മൂഡ് ചേഞ്ച് മാത്രമല്ല, ഒരാളുടെ ഭാവിയെ തന്നെ മാറ്റിമറിക്കാനുള്ള സാധ്യതയുള്ള അല്ലെങ്കിൽ കെൽപ്പുള്ള രോഗമാണ്. അപ്പം നമ്മൾ ഈ ബൈപോളർ ഡിസോർഡർ എന്ന് പറയുന്നത് നമ്മൾ അവരെ മാറ്റി നിർത്തുകയല്ല വേണ്ടത്, ചികിത്സയും അതിൽ കൂടെ തന്നെ കൗൺസിലിങ്ങും കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ രോഗത്തിൻ്റെ കാഠിന്യം കുറയ്ക്കാൻ പറ്റും. ഈ മാനസിക രോഗം എന്ന് പറയുന്നത് കുഞ്ഞുനാളിലെ മുതലേ കണ്ടുവരുന്നൊരവസ്ഥയായിരിക്കും. പക്ഷെ നമ്മളത് പരിഗണിക്കാതെ വിടുമ്പോഴത്തേക്കും അത് പിന്നെ വളർന്നു വരുമ്പോഴത്തേക്കും അത് കൂടുതൽ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ കുഞ്ഞിലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും ചില സമയങ്ങളിൽ അവർ ഒരുപാട് സന്തോഷിക്കുകയും ചില സമയങ്ങളിൽ ഒരുപാട് ദുഃഖിച്ചിരിക്കുകയും രണ്ട് മനോഭാവം കാണിക്കുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു കൗൺസിലറിനെ കാണിക്കുകയും ആ കൗൺസിലറിൻ്റെ അഭിപ്രായത്തോടു കൂടി പിന്നെ ഫർദർ പ്രൊസീജിയേഴ്സ് എടുക്കുകയും എന്താണെന്ന് വെച്ച് ചെയ്യാം. അങ്ങനെ അപ്പം നിങ്ങൾ ഒരു അവഗണിക്കാതിരിക്കുക, അവർക്ക് സപ്പോർട്ട് കൊടുക്കുക.